മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറനെ കൂട്ടുപിടിച്ച് ജാർഖണ്ഡിൽ BJP അട്ടിമറി നീക്കം നടത്തുന്നു എന്ന ആരോപണം. MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് ഹേമന്ത് സോറൻ ആരോപിച്ചു. BJP-യിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ചമ്പൈ സോറൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ജാർഖണ്ഡിലെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ. BJP-യിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ തുടരുന്നത് ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അട്ടിമറി നീക്കം ആരോപിച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രംഗത്തെത്തിയത്. MLA-മാരെ BJP ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. പണത്തിനു മുൻപിൽ MLA-മാർ ചാഞ്ചാടുന്നുവെന്നും ഹേമന്ത് സോറൻ. पार्टी तोड़ने का काम करता है, आए दिन कभी इस विधायक को खरीद ले, कभी उस विधायक को खरीद ले, और पैसा ऐसा चीज है कि नेता लोग का तो ऐसे ही उन लोग को इधर उधर घसीटने में उन लोग को देरी नहीं लगता है. खैर कोई बात नहीं, हमारा इंडिया गठबंधन की सरकार 2019 से निरंतर जनता के बीच में खड़ी है. ചമ്പൈ സോറനെ NDA-യിലേക്ക് ക്ഷണിച്ച് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയും രംഗത്തെത്തി. ചമ്പൈ സോറൻ പുലിയാണെന്നും പുലിയായി തന്നെ തുടരുമെന്നും ജിതിൻ റാം മാഞ്ചി. കൈപ്പേറിയ അനുഭവമുണ്ടെങ്കിൽ ചമ്പൈ സോറൻ തുറന്നു പറയണമായിരുന്നുവെന്ന് ജാർഖണ്ഡ് മന്ത്രി ബന്ന ഗുപ്ത. ചമ്പൈ സോറനെ അനുനയിപ്പിക്കാനുള്ള പരാമർശമായിരുന്നു ജാർഖണ്ഡ് PCC അധ്യക്ഷന്റേത്. അർപ്പണബോധമുള്ള നേതാവാണ് ചമ്പൈ സോറനെന്ന് PCC അധ്യക്ഷൻ കേശവ് മഹ്തോ കമലേഷ്. ഡൽഹിയിൽ തുടരുന്ന ചമ്പൈ സോറൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തിയേക്കും. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക, മറ്റൊരു സംഘടന രൂപീകരിക്കുക, ഒരു കൂട്ടാളിയെ ലഭിക്കുമെങ്കിൽ ഒപ്പം മുന്നോട്ടു പോവുക എന്നിങ്ങനെ 3 സാധ്യതകളാണ് ഇനി തനിക്ക് മുൻപിലുള്ളതെന്ന് ചമ്പൈ സോറൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലേത് വഴി തേടുമെന്നുള്ള കാര്യത്തിൽ ഇനിയും സസ്പെൻസ് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് വിനീത VG 24.